കണ്ടോ ഒരു വലിയ മഴവില്ല് കണ്ടോ? ഇത്രയും വലിയൊരു മഴവില്ല് കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ നല്ല ഭംഗിയുള്ള മഴവില്ല് കണ്ടിട്ടില്ല കേട്ടോ. അതിനിങ്ങനെ നോക്കി നിന്ന സമയത്ത് തന്നെ അതിങ്ങനെ ഫെയ്ഡായി അങ്ങ് പോവായിരുന്നു. എന്തായാലും ഇവിടെ വളരെ അതിമനോഹരമായൊരു കാലാവസ്ഥയാണ്. അത് ആകാശത്തോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലേ. മഴവില്ലൊക്കെ കാണുന്നതാണ് ഒരാശ്വാസം. എന്തായാലും നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ ചെറിയ മഴയത്ത്. ഈ മഴയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ, വേറൊന്നുമല്ല. ഈ റോഡിൻ്റെ ഒരു സൈഡിലേ മഴയുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ആകാശം കണ്ടോ ഇങ്ങനെ മറ്റേ വെള്ളി നക്ഷത്രം സിനിമയിലെ ജഗതിയും ജഗദീഷും പോലെ നിൽക്കുന്നുണ്ട്. ഒരു സൈഡിൽ നല്ല വെയിലും മറ്റേ സൈഡിൽ നല്ല മഴയുമാണ് കേട്ടോ. എന്തായാലും മഴയ്ക്കൊരു ചെറിയ ശമനമുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ വെയിലായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ചെറിയ റൗണ്ടൊക്കെ വെച്ചിട്ട് വരാമല്ലോ എന്നോർത്ത് ഇറങ്ങിയതാണ്. ഇറങ്ങി പകുതി എത്തിയപ്പോൾ മഴയായി. പിന്നെ കുടയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ ബാക്കി നടന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വെയിലായി. ഇതിങ്ങനെ ഒരു കയറ്റം ഇറക്കമാണ് കേട്ടോ. വെയിൽ മഴ അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരും വീടിൻ്റെ പുറത്തിറങ്ങിയിട്ടില്ല കേട്ടോ. ആരെങ്കിലും ഇറങ്ങുമോ ഈ സമയത്തൊക്കെ? പിന്നെ ഞാനിതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് മഴയും വെയിലും ഒക്കെ കൊള്ളാലോ, നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ്. എന്തായാലും ഈ ഒരു സമയത്ത് ഇങ്ങനെ പൂക്കളൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങുന്ന ഒരു സമയമായതുകൊണ്ട് കുറേ നാളുകൾക്ക് ശേഷം എന്തോ എന്നാ പറയുന്നത്, പട്ടിണി കിടന്നവന് ബിരിയാണി കിട്ടിയൊരു സുഖമാണ് കേട്ടോ ഈ പൂക്കളൊക്കെ കാണുമ്പോഴത്തേക്കും. കാരണം വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ആദ്യം പൂത്ത ചെടിയൊക്കെയാണ് കേട്ടോ ഇത്. മരങ്ങളൊക്കെ കണ്ടില്ലേ, ഒരൊറ്റ ഇല പോലും ഇല്ല. പിന്നെ ചെറിയ ഇതിൻ്റെ അകത്തുനിന്നൊക്കെ ചെറിയ നാമ്പുകൾ ഇങ്ങനെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. കുറേ നാൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. കുറേ നാൾ വെയിറ്റ് ചെയ്തതാണിപ്പോൾ. എന്തായാലും ഇനി കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം, ഒത്തിരിയില്ല. അപ്പോഴത്തേക്കും മൊത്തത്തിൽ നല്ല പച്ചപ്പായിക്കോളും, നല്ല അടിപൊളിയാവും. ഈ പുതുതായിട്ട് വരുന്ന ഇലകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ദൈവമേ, പുത്തൻ പ്രതീക്ഷകളാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് സന്തോഷമാണ്. കുറേ നാളായാലും ഇതൊക്കെ കണ്ടിട്ട്. അങ്ങനെ നടന്ന് നമ്മളുണ്ടല്ലോ നമ്മുടെ പാർക്കിലെത്തി. ഇവിടെ പിന്നെ എപ്പോഴും ഒരു പച്ചപ്പൊക്കെ കാണാം. അവിടെ കുറേ കിളികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ മഴയൊക്കെ കാരണമെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്.